Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ് എക്സാമിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. First question, the value of C for which the system x minus cy plus cz equal to 0, cx minus y plus cz equal to 0, cx plus cy minus z equal to 0 has a non-trivial solution. Question എന്താണ്? നമുക്കൊരു സിസ്റ്റം ഓഫ് ത്രീ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻസിൽ സി എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്. ആ അൺനോണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. തന്നിട്ടുണ്ട് സിസ്റ്റത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉള്ളത്. നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ AX ഈക്വൽ ടു 0 എന്ന് പറയുന്ന മെട്രിക്സ് ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻസ് എഴുതി കഴിഞ്ഞാൽ കോഎഫിഷ്യൻ മെട്രിക്സ് കിട്ടും. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? 1 മൈനസ് സി മൈനസ് 1 സി മൈനസ് 1. എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ് ആണ്. XYZ ഈക്വൽ ടു 0 0 0. ഹോമോജിനിയസ് ഇക്വേഷൻ ആയിരുന്നു. RHSലെല്ലാം സീറോസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ 0 0 0 വന്നത്. ഇനി നമുക്കറിയാം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉള്ളതെങ്കിൽ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുത്താൽ ഈക്വൽ ടു 0 ആയിരിക്കും. That is determinant 1 minus c minus 1 c minus 1 equal to 0. ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിറ്റർമിനൻറ്റ് കാണും? ആദ്യം തന്നെ നമുക്ക് ഈ റോനെ ബേസ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് കാണാം. ഡിറ്റർമിനൻറ്റ് ഈ മെട്രിക്സിൻ്റെ ഏത് റോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റത്തെ എലമെൻറ്റ് 1 കൺസിഡർ ചെയ്തു. അപ്പോൾ ആ 1 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഏതാ? -1 സി മൈനസ് 1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. അപ്പോൾ എന്ത് വരും? -1 ഇൻറ്റു -1 മൈനസ് സി ഇൻറ്റു സി. ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 മൈനസ് സി സ്ക്വയർ കിട്ടും. ദെൻ മൈനസ്, എപ്പോഴും ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ മൈനസ് ആണ്. ദെൻ മൈനസ് സി ഇൻറ്റു, ഈ മൈനസ് സി ഏതിലാണുള്ളത്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അത് എലിമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് നോക്കുക. സി മൈനസ് 1. അതിനെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എന്ത് വരും? സി ഇൻറ്റു -1 മൈനസ് സി ഇൻറ്റു സി. ദാറ്റ് ഈസ് പ്ലസ് സി ഇൻറ്റു സി മൈനസ് സി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു ഫസ്റ്റ് റോ തേർഡ് കോളം. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റ് -1 സി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ട സി ഇൻറ്റു സി മൈനസ് സി ഇൻറ്റു -1. ദാറ്റ് ഈസ് പ്ലസ് സി ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 0. ഇത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ്പ്രഷൻ. അത് ക്യാൻസൽ ചെയ്യാനുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ക്യാൻസലായി, മൈനസ് സി ക്യൂബ് പ്ലസ് സി ക്യൂബ് ക്യാൻസലായി പോയി. ലാസ്റ്റ് നമുക്ക് 1 മൈനസ് സി സ്ക്വയർ ആണ് വന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സി സ്ക്വയർ ഈക്വൽ ടു 1. സി സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 1. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. Next question, the characteristic equation of the matrix 1 0 minus 2 2 0 minus 3 1 minus 1 2 is. Characteristic equation ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെട്രിക്സ് തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. ഇത് നമ്മൾ എടുത്ത് എഴുതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് കാണുക? ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് a മൈനസ് ലാംഡ i എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു 3/3 മെട്രിക്സിനെ സംബന്ധിച്ച് a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ആ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് മൈനസ് ലാംഡ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ 1 മൈനസ് ലാംഡ 0 മൈനസ് ലാംഡ 2 മൈനസ് ലാംഡ എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എങ്ങനെ വരും? 1 മൈനസ് ലാംഡ 0 മൈനസ് 2 2 മൈനസ് ലാംഡ മൈനസ് 3 1 മൈനസ് 1 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇനി ഇതിനെ നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ടാണ് ഡിറ്റർമിനൻറ്റ് കാണുന്നത്. ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് -1 ഇൻറ്റു -3 മൈനസ് 0 ഇൻറ്റു വരുമ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഇൻറ്റു 0 ആകുമ്പോൾ എന്തായാലും ആ ടൈം 0 ആയി പോകും. അപ്പോൾ അത് വേണ്ട. പ്ലസ് -2 ഇൻറ്റു -2 ഇൻറ്റു 2 ഇൻറ്റു -1 മൈനസ് 1 ഇൻറ്റു മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെ വരും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് എഴുതുകയാണ്. അപ്പോൾ -2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ -3 പ്ലസ് 4 മൈനസ്, ഇവിടെ മൈനസ് ലാംഡ അല്ല വരിക, ഇവിടെ -2 ലാംഡയാണ് വരിക. 4 മൈനസ് 2 ലാംഡ ഈക്വൽ ടു 0 വരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ -2 ലാംഡയാണ് വരിക. മൈനസ് ലാംഡ ചെയ്തത് തെറ്റാണ്. -2 ലാംഡയാണ് വരിക.
അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെപ്പ് കറക്റ്റാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാംഡ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 വരും. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇങ്ങനെ മൈനസ് ലാംഡ ക്യൂബിന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. ഓപ്ഷൻ സി ആണ് ആൻസർ. Next, which of the following quadratic form is positive semi-definite? പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സി നോക്കൂ. ഓപ്ഷൻ സി എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിന് നമുക്ക് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണല്ലേ, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണിത്. അത് എപ്പോഴും എക്സിനും വൈക്ക് ഏത് വാല്യൂ എടുത്താലും അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ഫോം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ നെഗറ്റീവ് വാല്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ എടുത്ത് നോക്കൂ. എക്സ് ഇൻറ്റു വൈ, എക്സോ വൈയോ നെഗറ്റീവ് ആയാൽ മതി, ഓപ്ഷൻ എ നെഗറ്റീവ് ആയി. അപ്പോൾ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആവില്ല. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിലെ വൈ സ്ക്വയറിൻ്റെ വാല്യൂ എക്സ് സ്ക്വയറിനേക്കാളും ലാർജ് ആവുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈയിലെ എക്സ് വൈ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ എക്സ് വൈ എക്സ് സ്ക്വയറിനേക്കാളും ലാർജ് ആണെങ്കിൽ നമുക്ക് ആൻസർ നെഗറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി മാത്രമാണ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ഫോമിൽ ഉള്ളത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the eigenvalues of a 3x3 matrix A are 1, -1 and 2, then determinant of A is. നമുക്ക് ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഒരു 3x3 മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഒരു മെട്രിക്സിൻ്റെ 3x3 മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റാണ്, ഐഗൻ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്ത് വരും? 1 × -1 × 2, ദാറ്റ് ഈസ് -2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി -2 ആണ് ആൻസർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. The determinant of a matrix is product of its eigenvalues. Given eigenvalues are 1, -1, 2. Then determinant A എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എടുത്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 എന്ന ഓപ്ഷൻ ആൻസർ വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If u equal to sin inverse x by y plus tan inverse x by y, then dx dou u by dou x plus y dou u by dou y is. dou u by dou x അല്ല, dou u by dou y ആണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ആണത്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ആദ്യം കാണണം. യു നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഡോ യു ബൈ ഡോ എക്സ് കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/√1 - x² ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x/y ആണ്. ദാറ്റ് ഈസ് 1/√1 - x/y². ഇനി നമ്മൾ എന്ത് ചെയ്യണം? x/y ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയ കാരണം എക്സ് ഒരു ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. 1/y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/y ഇൻറ്റു വരും. പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x² ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x/y ആണ്. ദാറ്റ് ഈസ് 1/1 + x/y ദ ഹോൾ സ്ക്വയർ. ഇനി x/y ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? 1/y വരും അല്ലേ? എക്സിനെ ചെയ്താൽ 1 വരും. അതിൻ്റെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് 1/y. അത് അതേപോലെ എടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഈ ഡിനോമിനേറ്ററിലെ ടേമിന് എനിക്ക് എങ്ങനെ എഴുതാം? x² 1 - x²/y². ദാറ്റ് ഈസ് LCM എടുത്തു കഴിഞ്ഞാൽ ആ y² √y² മുകളിലോട്ട് പോകുമ്പോൾ y ആവും. അതാണ് ഈ y. ഡിനോമിനേറ്ററിൽ y² - x² വരും. ഈ വൈയും ഈ വൈയും ക്യാൻസൽ ആയി പോവും. സിമിലർലി സെക്കൻഡ് ടേമിലും അതേപോലെ y² + x² വരും. ഇവിടെ താഴെ y² ഉള്ളത് ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പോൾ ഒരു y²ലെ ഒരു വൈയും താഴത്തെ ഈ വൈയും ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് എങ്ങനെ കിട്ടും? 1/√1 - y² - x² പ്ലസ് y/x² പ്ലസ് y² വരും. ദെൻ ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്യണം. ഈ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് എന്ത് വരും? √1/√1 - x². അതിൽ വ്യത്യാസമൊന്നുമില്ല. ദെൻ x/y ചെയ്യുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈ ആണല്ലോ. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അത് അവിടെ അതേപോലെ കിടക്കുന്നു. 1/y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്താൽ നമുക്ക് -1/y² ആണ് കിട്ടുക. ദാറ്റ് ഈസ് നമുക്കറിയാം d/dx ഓഫ് x⁻m എന്ന് പറഞ്ഞാൽ m(x⁻m - 1) ആണ്. ഇവിടെ m എന്ന് പറഞ്ഞാൽ -1 ആണ്. y⁻1 എന്ന് എഴുതാലോ ഇതിനെ. അപ്പോൾ -1 y⁻1 ദാറ്റ് ഈസ് -y⁻². ആ y⁻²നെ ഡിനോമിനേറ്ററിൽ y² എന്ന് എഴുതി. പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടാൻ ഇൻവേഴ്സ് x/y എങ്ങനെ എഴുതാം? 1/1 + x² ദാറ്റ് ഈസ് x + x/y ദ ഹോൾ സ്ക്വയർ
ഇനി എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയറിലെ എക്സ് ബൈ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ കിട്ടും. ഇനി നോക്കൂ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ റൂട്ട് ഓഫ് വൈ സ്ക്വയർ വൈ ആവും. ആ വൈ സ്ക്വയറിലെ ഒരു വൈയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ മൈനസ് എക്സ് റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/y വരും. ഇവിടെ അതേപോലെ വൈ സ്ക്വയർ ഉണ്ടാവും. ആ വൈ സ്ക്വയറും ക്യാൻസൽ ആയി പോവും. ദെൻ മൈനസ് എക്സ് മാത്രം. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ ആണ്. അപ്പോൾ എക്സ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന കിട്ടിയ എക്സ്പ്രഷനിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് അത്രയാണ് ഈ എഴുതിയിരിക്കുന്നത്. പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ ഈ എക്സ്പ്രഷനിൽ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ടേം കിട്ടും. ഇതിൽ നോക്കൂ, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ബൈ ഈ 3 ടേം വരും. ദെൻ പ്ലസ് എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് ഇവിടെ നോക്കൂ വൈ ഇൻറ്റു അല്ലേ, വൈ ആകുമ്പോൾ ഈ വൈയും ക്യാൻസൽ ആയി പോകും. വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, ഈ വൈയും ഓൾറെഡി എക്സ്പ്രഷനിൽ കിടക്കുന്ന 1/y ക്യാൻസൽ ആയിട്ട് മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇവിടെ പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈ ബൈ വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത് മനസ്സിലായി നോക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. പ്ലസ് എക്സും മൈനസ് എക്സും ഡിനോമിനേറ്റർ സെയിം ആണ്. എക്സ് വൈ പ്ലസ് മൈനസ് എക്സ് വൈ ഇതും ക്യാൻസൽ ആയി പോയിട്ട് 0 വരും ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, the value of log xy tends to 2 0 y by x plus y minus 2 is. അതായത് ഇതൊരു ലിമിറ്റിൻ്റെ പ്രോബ്ലം ആണ് അല്ലേ. ലോഗറിതമിക് ഫംഗ്ഷൻ ആണ്. നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ y by x plus y minus 2 ആണ്. എക്സും വൈ ഇങ്ങോട്ടാണ് പോകേണ്ടത്. x tends to 2 and y tends to 0. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ ഡയറക്റ്റ് ആയിട്ട് എക്സിന് 2ഉം വൈക്ക് 0യും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് എന്താ വരിക, 0/0 ഫോം കിട്ടും. അതൊരു ഇൻഡിറ്റർമിനൻ്റ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലിമിറ്റ് മേ നോട്ട് ബി എക്സിസ്റ്റ്, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിനോമിനേറ്ററിൽ നമ്മൾ എക്സും വൈ ഡിനോമിനേറ്റർ മാത്രം കൺസിഡർ ചെയ്യണം. എക്സ് പ്ലസ് വൈ മൈനസ് 2. ഓക്കെ, അതിൽ അപ്രോച്ചസ് 0 എക്സ് വൈ അപ്രോച്ചസ് 2,0. അത് നമുക്ക് ഈ എക്സ്പ്രഷനിൽ കിട്ടിയില്ലേ. ഈ ഡിനോമിനേറ്ററിൽ എക്സിന് 2ഉം വൈക്ക് 0യും കൊടുത്ത ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി y ഈക്വൽ ടു 0 ആണെങ്കിലോ, ഈ എക്സ്പ്രഷനിൽ y 0 ആണെന്നുണ്ടെങ്കിൽ 0/x മൈനസ് 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അതും 0 ആയിരിക്കും. y 0 ആണെങ്കിൽ. y നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് ഇൻഫിനിറ്റിയിലോട്ടും പോകും. അതായത് വൈയുടെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. ലിമിറ്റിന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ വരുന്നില്ല. അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, logarithmic of the expression does not exist. Limit does not exist എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. The series sigma n equal to 1 to infinity 2/2 raised to n plus x. ഇതിൻ്റെ ആൻസർ കൺവേർജ് ചെയ്യുന്നത് ഏത് റീജിയനിൽ വെച്ചിട്ടാണ് ഇത് കൺവേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അപ്പോൾ ഗിവൻ സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ n equal to 1 to infinity 2/2 raised to n plus x ആണ്. അപ്പോൾ ജോമെട്രിക് സീരീസ് തന്നെ നമുക്കറിയാം 1/n സിഗ്മ n equal to 1 to infinity 1/2 raised to n, അല്ലെങ്കിൽ അതിനെ n equal to 1 to infinity 1/2 all raised to n എന്ന് എഴുതാം. അതിൻ്റെ കോമൺ റേഷ്യോ r എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ കോമൺ റേഷ്യോ r എന്ന് ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യും. നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ an എന്ന് പറയുന്നതാണ് 2/2 raised to n plus x നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ. bn എന്ന് പറയുന്നത് ഈ ജോമെട്രിക് സീരീസിലെ 1/2 raised to n എന്ന് എഴുതി കൺസിഡർ ചെയ്തു. എന്നിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn കാണുകയാണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2/2 raised to n plus x ഡിവൈഡഡ് ബൈ bn 1/2 raised to n. ഇനി എനിക്ക് ഈ 1/2 raised to n എന്ന് പറഞ്ഞാൽ അത് ന്യൂമറേറ്ററിലോട്ട് പോകും. ദാറ്റ് ഈസ് 2 × 2 raised to n ഡിവൈഡഡ് ബൈ 2 raised to n plus x. എനിക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് 2 raised to n ഔട്ട്സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 2 raised to n × 1 plus x by 2 raised to n വരും. ഈ 2 raised to n ഉം 2 raised to n ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/1 plus x by 2 raised to n എന്ന് വന്നു. ഇനി ഈ n-ന് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും, 2 ഇവിടെ ഈ ടേം നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് പോകും. അതായത് x by infinity, ദാറ്റ് ഈസ് x by infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. 1/infinity ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വന്നാൽ 0 ആയി പോകും. അപ്പോൾ 1 + 0 1 തന്നെ 2/1 ദാറ്റ് ഈസ് ആൻസർ 2 വരും ഈ ലിമിറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് an/bnൻ്റെ ലിമിറ്റ് ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പറാണ്. അതായത് ആൻഡ് സീരീസ് എന്ന് പറയുന്നത് 1/2 ഈ bn എന്ന് പറയുന്ന സീരീസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീരീസുമാണ്. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും
ക്വസ്റ്റ്യനിലുള്ള ഈ ലിമിറ്റും കൺവേർജ് ചെയ്യുന്നുണ്ട് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വഴിയാണ് നമ്മൾ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, the coefficient of x square in the Taylor series expansion of f of x equal to sin square x about x equal to pi by 2 is. അതായത് ടൈലർ സീരീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫംഗ്ഷൻ സൈൻ സ്ക്വയർ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ഇതിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഒരു പോയിന്റ് എക്സ് നോട്ടിലുള്ള ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വരും 2 sin x cos x, ദാറ്റ് ഈസ് സൈൻ 2x. സൈൻ സ്ക്വയർ എക്സിന് ചെയ്യുമ്പോൾ 2 sin x വരും. സൈൻ എക്സിനെ ചെയ്താൽ കോസ് എക്സ് വരും. അതിനാണ് 2 sin x cos x വന്നത്. ട്രിഗ്നോമെട്രിയിലെ 2 sin x cos x എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. നമുക്ക് കാണേണ്ട പോയിന്റ് പൈ ബൈ 2 ആണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 2 ഇൻറ്റു പൈ ബൈ 2. 2 ക്യാൻസൽ ആവുമ്പോഴും സൈൻ പൈ ഈക്വൽ ടു 0. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് കോസ് 2x ആണ്. 2xനെ ചെയ്താൽ 2 വരും. ദാറ്റ് ഈസ് 2 cos 2x. എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 cos 2 പൈ ബൈ 2. 2 ക്യാൻസൽ ആവും. കോസ് പൈ -1 ആണ്. -1 ഇൻറ്റു 2 -2. ഇനി നമുക്ക് കാണേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് മൈനസ് പൈ ബൈ 2 ദ ഹോൾ സ്ക്വയറിലല്ലേ എക്സ് സ്ക്വയർ എന്നുള്ള ടേം വരിക. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഇവിടെ എക്സ് നോട്ട് പൈ ബൈ 2 ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ 2 ബൈ 2 ഫാക്ടോറിയൽ. എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ 2 -2 ആണ്. -2 ബൈ 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു -1. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next question, if f of x equal to x for minus pi less than x less than 0 and -1 minus x for 0 less than x less than pi has a Fourier series expansion, then f of 0 is. നമുക്ക് ഒരു Fourier series expansion ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് f of 0 ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് വെച്ച് ലിമിറ്റ് നോക്കിയാൽ മനസ്സിലാവാം. 0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് അല്ലേ? അതിൽ വരുന്ന Fourier സീരീസിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ അറ്റ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസിലെ വാല്യൂ ഓഫ് ദ Fourier സീരീസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കാണാം റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണാം. അതിൻ്റെ ആവറേജ് എടുക്കുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ്. കാരണം എന്താ? 0 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് പൈക്കും 0നും ഇടയിലുള്ള വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് എക്സ് ആണ്. എക്സ് ടെൻസ് ടു 0 പ്ലസ് 0നും മുകളിലുള്ള വാല്യൂ അത് 0നും പൈനുള്ളത് 1 മൈനസ് എക്സ്. അതുകൊണ്ട് 1 മൈനസ് എക്സ് വരും. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ 1 വരും. അപ്പോൾ Fourier സീരീസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 0 പ്ലസ് 1 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2. ഓപ്ഷൻ സി ആണ് ആൻസർ. Okay. Next question. A particle moves along the curve given by x equal to 2t, y equal to 3t square, z equal to 2t minus 5, where t is the time. The component of its velocity in the direction of 2i plus 2j plus k at t equal to 1 is. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണ്. ഒരു കർവിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ടൈമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമ്പണന്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഈ ഡയറക്ഷൻ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കോമ്പണന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സും വൈയും സെഡും തന്നു. അപ്പോൾ ഡയറക്ഷണൽ വെക്ടറും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ടി എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് dx ബൈ ഡി ടി അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ എക്സ് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ഡി സെഡ് ബൈ ഡി ടി കെയിലെ എക്സ് വൈ സെഡിൽ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് അതിന് ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പോൾ 2t വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. 3t സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6t വരും.
2t minus 5 with respect to t differentiate ചെയ്താൽ t വരും. t 2 വരും. അപ്പോൾ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ 2i plus 6ti j plus 2k ആണ്. ഇനി കോമ്പണന്റ് ഓഫ് വെലോസിറ്റി വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് d ആണ് തന്നിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വെക്ടർ v ഇൻറ്റു ഡിറക്ഷൻ വെക്ടർ d ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് d ആണ്. അപ്പോൾ നമുക്ക് v ഡോട്ട് d നമുക്ക് ആദ്യം കാണാം. അപ്പോൾ വെലോസിറ്റി വെക്ടർ എഴുതി ഡോട്ട് ഡയറക്ഷണൽ വെക്ടർ എഴുതി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? i ഡോട്ട് i j ഡോട്ട് j k ഡോട്ട് k അത് മാത്രമേ കണ്ടുപിടിച്ചാൽ മതി. അതിനാണ് വാല്യൂസ് ഉള്ളൂ. അപ്പോൾ 2 into 2 4 plus 6 into 2 12 plus 2 into 1 2 വരും. ദാറ്റ് ഈസ് 6 plus 12t. ഇവിടെ 60 ഉണ്ട്. 4 plus 12t plus 2 ദാറ്റ് ഈസ് 6 plus 12t ആണ് v ഡോട്ട് d. ഇനി മോഡുലസ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ വെക്ടർ എന്ത് വരും? ഡയറക്ഷൻ വെക്ടർ ഇതാണ്. അപ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 9 ഈക്വൽ ടു 3 വരും. അപ്പോൾ ഇതിനെ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 12t plus 6 ഡിവൈഡഡ് ബൈ 3 where t equal to 1 ആണ്. അപ്പോൾ 12 plus 6 t equal to 1 ആകുമ്പോൾ 12 plus 6 18 by 3 which is equal to 6. ഓപ്ഷൻ എ ആണ് ആൻസർ. The acceleration of a moving particle is given by at plus b. Then the movement of the particle when both velocity and displacement are 0 at time t equal to 0 is given by. ഇതെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആക്സിലറേഷനും മൂവിങ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ബോത്ത് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ 0 അറ്റ് ടൈം t ഈക്വൽ ടു 0 കാണണം. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോൾ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും 0 ആകുമ്പോൾ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? t ഈക്വൽ ടു 0 എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്സിലറേഷൻ തന്നിട്ടുള്ളത് at പ്ലസ് ബി ആണ്. ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റും 0 ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തരാം? ഇന്റഗ്രൽ ഓഫ് ആക്സിലറേഷൻ അല്ലേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ആക്സിലറേഷൻ a of t dt ദാറ്റ് ഈസ് ഇന്റഗ്രൽ at പ്ലസ് ബി ഇൻറ്റു ഡി ടി വരും. ദാറ്റ് ഈസ് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. a കോൺസ്റ്റന്റ് ആണ്. ടീനെ ചെയ്താൽ t സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഹാഫ് at സ്ക്വയർ പ്ലസ് ബീനെ ചെയ്താൽ ബി കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി ടി ടി ആണ് ബി ടി പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c1. ഇനി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ടി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ t ഈക്വൽ ടു 0 v of 0 എന്ന് പറഞ്ഞാൽ ടിക്ക് 0 കൊടുത്താൽ c1ന്റെ വാല്യൂ 0 ആയിട്ട് വരും. അപ്പോൾ v of t എന്ന് പറഞ്ഞാൽ ഹാഫ് at സ്ക്വയർ പ്ലസ് 60 ആണ്. 6 അല്ല ബി ടി ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തന്നിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വെലോസിറ്റിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ v of t dt. അപ്പോൾ ഇന്റഗ്രൽ ഹാഫ് at സ്ക്വയർ പ്ലസ് ബി ടി ഡി ടി വരും. അപ്പോൾ a കോൺസ്റ്റന്റ് ആണ്. ടീനെ ചെയ്ത ടി ക്യൂബ് ബൈ 3 3 ഇൻറ്റു 2 6 1 by 6 a ടി ക്യൂബ് പ്ലസ് ബി അങ്ങനെ എഴുതി ടീനെ ചെയ്ത ടി സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഹാഫ് ബി ടി സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c2. ഇനി ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 by 6 a ഇൻറ്റു 0 ക്യൂബ് പ്ലസ് ഹാഫ് ബി ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് c2. അപ്പോൾ c2 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് 1 by 6 a ടി ക്യൂബ് പ്ലസ് ഹാഫ് ബി ടി സ്ക്വയർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ 1 by 6 a ടി ക്യൂബ് പ്ലസ് ഹാഫ് ബി ടി സ്ക്വയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ് വരേണ്ടത്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. The general solution of x square d square y by dx square minus 4x dy by dx plus 4y equal to 0. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതി y ഈക്വൽ ടു എക്സ് റേസ് ടു എം എന്ന് എഴുതി. എക്സ് റേസ് ടു എം കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, സെക്കൻഡ് ഡെറിവേറ്റീവും കാണണം. ക്വസ്റ്റ്യനിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് dy by dx എന്ന് വരും m x റേസ് ടു m മൈനസ് 1. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 2. ഇപ്പോൾ ഇതെല്ലാം ഈ മൂന്ന് ഇക്വേഷനും തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 2 മൈനസ് 4 ഇൻറ്റു m ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു എക്സ് റേസ് ടു m ഈക്വൽ ടു 0. ഇനി നമ്മൾ അതിനെ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ഒക്കെ എടുത്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? m ഇൻറ്റു m മൈനസ് 1 എക്സ് സ്ക്വയറും എക്സ് റേസ് ടു m മൈനസ് 2 ആഡ് ചെയ്താൽ 2 ക്യാൻസൽ ആയി എക്സ് റേസ് ടു m വരും.
എക്സും എക്സ് റേസ് ടു വണ്ണും എക്സ് റേസ് ടു എം മൈനസ് വണ്ണിലെ വണ്ണും ക്യാൻസൽ ആയിട്ട് -4m എക്സ് റേസ് ടു എം വരും പ്ലസ് 4 എക്സ് റേസ് ടു എം ഈക്വൽ ടു 0. എക്സ് റേസ് ടു എം കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു. m ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം സ്ക്വയർ മൈനസ് എം മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം സ്ക്വയർ മൈനസ് 5m പ്ലസ് 4 ഈക്വൽ ടു 0. അതിൻ്റെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് റൂട്ട് എം ഈക്വൽ ടു 1,4 വരും. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്റ്റിങ് റിയൽ റൂട്ട് അല്ലേ. അപ്പോൾ സൊല്യൂഷൻ y എന്ന് പറഞ്ഞാൽ c1 എക്സ് റേസ് ടു m1 പ്ലസ് c2 എക്സ് റേസ് ടു m2 ആണ്. അതായത് c1 എക്സ് റേസ് ടു 1 പ്ലസ് c2 എക്സ് റേസ് ടു 4. നമ്മുടെ ക്വസ്റ്റ്യനിലെ c1 c2 a b എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് c1 c2 നമ്മൾ എയും ബിയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി y ഈക്വൽ ടു ax പ്ലസ് b എക്സ് റേസ് ടു 4 നേടി. ഓക്കെ. The Laplace transform of t sin 2t is Laplace transform of sin 2t എന്ന് പറഞ്ഞാൽ 2 by sin square plus 4 ആണ്. അതായത് sin 80 a by s square plus a square. എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. അപ്പോൾ 2 by s square plus 2 square that is 4 വരും. ഇത് നമുക്ക് കാണേണ്ടത് t sin 2tയുടെ ലാപ്ലേസ് ആണ്. t sin 2t എന്ന് പറഞ്ഞാൽ ടൈം മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ആണ്. ടൈം മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് അതിൻ്റെ ആൻസർ പറഞ്ഞാൽ മൈനസ് d by ds ഓഫ് 2 by s square plus 4 ആണ്. അതായത് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏത് ഫംഗ്ഷൻ്റെ കൂടെയാണോ കിടക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് കണ്ടിട്ട് അതിനെ ഒരു വട്ടം ഡെറിവേറ്റ് മൈനസ് d by ds എടുത്തു കഴിഞ്ഞാൽ t sin 2tയുടെ ആൻസർ ആവും. അപ്പോൾ മൈനസ് d by ds ഓഫ് 2 by s square plus 4ലെ 2 കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. s square 1 by s square plus 4നെ എനിക്ക് s square plus 4 all raised to -1 എന്ന് എഴുതാം. അതിനെ വിത്ത് റെസ്പെക്ട് ടു s കൊണ്ട് ഡെറിവേറ്റീവ് എടുത്താൽ -2 ഇൻറ്റു -1 ഇൻറ്റു s square plus 4 all raised to -2 വരും. s സ്ക്വയറിനെ ചെയ്താൽ ഇൻറ്റു 2s വരും. അപ്പോൾ മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു 2 4s by s square plus 4 the whole square. ഓപ്ഷൻ എ ആണ് ആൻസർ. Which of the following property does not hold for Fourier transform? If f of s and g of s are Fourier transform of f of x and g of x respectively, and a and b are constant, then f of a into f of x plus b into g of x equal to a f of s plus b g of s. ഇത് കറക്റ്റ് ആണ്. ഇത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ആണ് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. If f of s denote the complex Fourier transform of f of x, then f of a f of x equal to 1 by a f of s by a where a not equal to 0. ഇതും കറക്റ്റ് ആണ്. ഇത് സ്കെയിലിംഗ് പ്രോപ്പർട്ടി ആണ്. ഓപ്ഷൻ ഡി നോക്കൂ. So option C, if f of s denote the complex Fourier transform of f of x, then f of x minus a equal to e raised to i s a f of s. ഇതും കറക്റ്റ് ആണ്. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. എയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to i s a into f of s എയിലോട്ടാണെങ്കിൽ e raised to i s a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള Fourier സീരീസ് ആണ് വരിക. Fourier transform ആണ് വരിക. Then if f of s denote the complex Fourier transform of f of x, then Fourier transform of f of x cos ix equal to, ഇവിടെ ആൻസർ തെറ്റാണ്. ഇവിടെ ഒരു 1/2 കൂടിയും വരണം. ഹാഫ് ഓഫ് ആവറേജ് 1/2 ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ പ്ലസ് എഫ് ഓഫ് എസ് മൈനസ് എ. അതാണ് മോഡുലേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഹോൾഡ്. ഇത് തെറ്റാണ് ഈ പ്രോപ്പർട്ടി. ശരിക്കുള്ള പ്രോപ്പർട്ടിയിൽ 1/2 എന്ന് വരണം. ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പ്രോപ്പർട്ടി. മോഡുലേഷൻ പ്രോപ്പർട്ടി ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതോടെ നമ്മൾ ലെറ്റ് എക്സാമിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.